AIFFന്റെ ഭരണഘടനാ കേസിൻ്റെ അടുത്തൊരു ഹിയറിംഗ് നടത്തുവാനായിട്ട് പോകുന്നത് ഈ വരുവാനായിട്ട് പോകുന്ന ഓഗസ്റ്റ് 28 സോ അതിനു മുമ്പോടി തന്നെ ISLൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള FSDLും AIFFും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് MRAയുടെ കാര്യത്തിൽ, അതായത് MRAയുടെ ഭാവി കാര്യത്തിൽ നിർണായക തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നും അത് കഴിഞ്ഞു എന്നും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകളാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏകദേശം 10ഓളം ഐ ലീഗ് ക്ലബ്ബുകൾ, അതായത് ഐ ലീഗ് ക്ലബ്ബ് എന്ന് പറയുന്നത് തന്നെ, ഐ ലീഗ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ സെക്കൻഡ് ടയറായിട്ട് നടന്നു പോകുന്ന ഒരു ടൂർണമെൻറ്റാണ്. സോ ആ ഒരു ടൂർണമെൻറ്റിൽ ഏകദേശം 10ഓളം ടീമുകൾ നിലവിൽ ഈ ഒരു ഭരണഘടനാ കേസിൻ്റെ അമിക്കസ് ക്യൂരിക്ക് ഈ ഒരു എന്താ പറയുക ISLൽ റെലിഗേഷനും പ്രമോഷനും വേണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ISL നിലവിൽ പ്രമോഷൻ നടക്കുന്നുണ്ട്, പക്ഷേ റെലിഗേഷൻ നടക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സോ റെലിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ ചൊല്ലിയും MRAയുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടും ഒക്കെയായിരുന്നു ISL സീസൺ ഹോൾഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇതിനെല്ലാം പുറമേ ഇന്ന് നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മനസ്സിലാക്കേണ്ട സാധ്യത, അതായത് ഈ ഒരു മീറ്റിംഗ് MRA കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് നടന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ISL സീസണ് മുന്നോടിയായിട്ട് സൂപ്പർ കപ്പ് നടക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സെപ്റ്റംബർ 17 ഒരു എന്താ പറയുക, ഒരു നിശ്ചയിക്കാത്ത അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു ISL സീസണിൻ്റെ തുടക്ക തീയതിയായിട്ട് നിലവിൽ റൂമർ അടിസ്ഥാനത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു കാര്യത്തിൽ അത്ര ഉറപ്പില്ല എങ്കിൽ പോലും ISL സീസണ് മുന്നോടിയായിട്ട് സൂപ്പർ കപ്പ് നടക്കും എന്നൊരു തരത്തിലുള്ള വാർത്ത അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള കല്യാൺ ചൗബെ ആദ്യത്തെ മീറ്റിംഗ്, അതായത് ഈ ISLൽ 8ഓളം ക്ലബ്ബുകൾ ഈ ലെറ്റർ എഴുതിയതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു കല്യാൺ ചൗബെ. അതായത് ഈ ഒരു എന്താ പറയുക, ISLൻ്റെ ഭാവിക്ക് മുമ്പ്, അല്ലെങ്കിൽ ISLൻ്റെ ഒരു ഫ്യൂച്ചർ ISL നടത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ISLൻ്റെ 12ാം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കുറി സൂപ്പർ കപ്പ് നേരത്തെ നടത്തുമെന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു അന്ന് കല്യാൺ ചൗബെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈം പീരീഡിൽ പല ക്ലബ്ബുകളും ISLൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ISL സൂപ്പർ കപ്പ് കളിച്ചേക്കില്ല എന്ന തരത്തിലായിരുന്നു തങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഈ ഒരു മീറ്റിങ്ങുമായി കഴിഞ്ഞ സാഹചര്യത്തിൽ സെപ്റ്റംബർ 17 ഒരു പ്രോബബിൾ ഡേറ്റ് ആയിട്ട്, സൂപ്പർ കപ്പിൻ്റെ ഒരു സാധ്യതാ തീയതിയായിട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് അത്ര കണ്ട് കൺഫേംഡ് അല്ല. അത് മാത്രവുമല്ല, ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ വെന്യൂ, അതായത് നടത്തുവാനായിട്ട് പോകുന്നത് സ്ഥിരം നടത്തുന്ന പോലെ ഒഡീഷയിൽ വെച്ചായിരിക്കുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ISLൻ്റെ പ്രമോഷൻ റെലിഗേഷനുമായി ബന്ധപ്പെട്ട് 10ഓളം ക്ലബ്ബുകൾ അമിക്കസ് ക്യൂരിക്ക് ലെറ്റർ എഴുതി എന്നുള്ളതും, അതോടൊപ്പം തന്നെ എന്താ പറയുക, ISL നടത്തുന്നതിന് മുമ്പ് തന്നെ, ISLൻ്റെ 12ാം സീസൺ നടത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കുറി ISL നടത്തുന്നതിന് മുമ്പ് തന്നെ ഇക്കുറി സൂപ്പർ കപ്പ് ആദ്യം നടത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നുവെന്നും, ആ ഒരു ശ്രമത്തിൽ ആദ്യത്തെ ഒരു അനിശ്ചിതമായിട്ടുള്ള ഒരു തീയതി അല്ലെങ്കിൽ പ്രോബബിൾ ഡേറ്റ് ആയിട്ട് സെപ്റ്റംബർ 17 കണക്കാക്കാവുന്നതുമാണ്. സോ കണ്ടു തന്നെ അറിയാം ISLൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.